പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്. വെടിനിർത്തൽ കരാറുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം അതിശക്തമായ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. വെറും വ്യോമാക്രമണത്തിൽ ഒതുങ്ങാതെ ലെബനന്റെ മണ്ണിലേക്ക് ഇസ്രായേൽ സൈന്യം നേരിട്ടിറങ്ങുന്ന ഒരു കനത്ത കരയുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും സുരക്ഷിത താവളങ്ങളെന്ന് കരുതപ്പെടുന്ന തെക്ക് കിഴക്കൻ ലബനൻ മേഖലകളിലാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അഥവാ IDF നിലവിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഖഫാർ ഹത്ത, അന്നാൻ, അൽ മനാര തുടങ്ങിയ ഗ്രാമങ്ങളിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ വർഷം നടക്കുന്നത്. ജനവാസ മേഖലകളെ മറയാക്കി ഹിസ്ബുള്ള നടത്തുന്ന ആയുധ ശേഖരണവും സൈനിക നീക്കങ്ങളും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് സൈന്യം വ്യക്തമാക്കുന്നു. അൽ മനാരയിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഷർഹാബിൽ സയ്യിദിന്റെ വീട് കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണം ഇതിന്റെ ഭാഗമാണ്. സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ കൃത്യമായ മുൻകൂർ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് സൈന്യം ഈ ഓപ്പറേഷൻ നടത്തുന്നത്. 2024 നവംബറിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ ഈ സമാധാന കാലയളവിനെ ഹിസ്ബുള്ള തങ്ങളുടെ തകർന്ന സൈനിക ശേഷി പുനർനിർമ്മിക്കാൻ ദുരുപയോഗം ചെയ്തു എന്നതാണ് ഇസ്രായേലിന്റെ കണ്ടെത്തൽ. അതിർത്തി ഗ്രാമങ്ങളിൽ ആയുധങ്ങൾ സംഭരിക്കുകയും ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ കരാറിന്റെ നഗ്നമായ ലംഘനമാണ്. സമാധാനത്തിനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെ ഹിസ്ബുള്ള വെല്ലുവിളിച്ചതോടെയാണ് ഈ തിരിച്ചടി ഇപ്പോൾ അനിവാര്യമായി മാറിയിരിക്കുന്നത്. സിഡോണിലെ വ്യാവസായിക കേന്ദ്രങ്ങളിലും ഐൻ അൽ ഹിൽവേ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള ഹമാസ് പരിശീലന കേന്ദ്രങ്ങളിലും നടന്ന ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്പോർട്സ് ഗ്രൗണ്ടുകളും താമസ സ്ഥലങ്ങളും ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഹമാസിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു തന്ത്രമുണ്ട്. ഈ ഒരു തന്ത്രങ്ങളെ ഇസ്രായേൽ ഇന്റലിജൻസ് നേരത്തെ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാനുള്ള ഇസ്രായേലിന്റെ ഈ പോരാട്ടം മേഖലയിലെ ദീർഘകാല സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് അധികൃതർ വാദിക്കുന്നു. ലബനൻ അതിർത്തിയിൽ ടാങ്കുകളും കനത്ത സന്നാഹങ്ങളും അണിനിരത്തിക്കൊണ്ട് ഇസ്രായേൽ ഒരു കരയുദ്ധത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഭീകരവാദ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കും വരെ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് നെതന്യാഹു സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിന് തിരികൊളുത്തപ്പെടുമോ അതോ ഭീകരവാദികളെ ഇസ്രായേൽ അടിച്ചമർത്തുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. എന്തായാലും ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.